ഓ ഫ്ലോർ മൊത്തത്തിലൊരു ഡിവോഷണൽ മൂഡാക്കി അല്ലേ? ചോദിക്കാം നമുക്ക്. ഓ ചോദിക്കാം. ശരത് സർ. മോനെ സലാമലൈക്കും. വലൈക്കും അസ്സലാം. മക്കളെ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. എന്തൊരു ഉഗ്രം പാട്ടാണിത്. ആഹാ, ഇത് ആരാണ് എൻ്റെ സംഗീത സംവിധായകൻ? MK അർജുനൻ മാസ്റ്റർ. എഴുതിയതോ? ഖാൻ സാഹിബ്. ആഹാ, ഇത് രസമാണ്. അത് പ്രത്യേകിച്ച് ആ പുണ്യ റസൂലിൻ. അയ്യോ, അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ രോമാഞ്ചം വരും മക്കളെ. അത് ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. കാര്യം ഞാൻ ഷാൻ്റെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് ഈ മെക്കായിൽ നീ പുറവശം കണ്ടായിരുന്നു സ്ക്രീനിൽ. അപ്പോൾ മെക്കായിൽ ഓതിയത് അതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു, CD. നമുക്ക് മനസ്സിലാവത്തില്ല എന്താണെന്ന്. അത് ഖുറാനിൽ എന്നുള്ളതാണ് ഓതി കേൾക്കുന്നത്. പക്ഷെ അത് തരുന്ന ഒരു വൈബ്, ഒരു ഭക്തി അസാധ്യം. ഞാനത് ഷാൻ്റെ അടുത്ത് പറയായിരുന്നു. ഇപ്പം നവാസ് എന്ന് പറഞ്ഞ അവിടെ ചെന്നൈയിൽ ഞാൻ തമ്പിന്ന് വിളിക്കുന്ന ആ നവാസ്, അവനാണിത് CD എനിക്ക് തന്നത്. അസാധ്യ വൈബ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. അതാണ് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് നമ്മളൊക്കെ കൂടാണ് ദൈവത്തിനെ ഇങ്ങനെ പിരിച്ച് പല രൂപങ്ങളിലാക്കി വെച്ചേക്കുന്നത്. ഒരു ശക്തിയേ ഉള്ളൂ. അപ്പം അത് തരുന്ന വൈബ് വലുതാണ്. എന്തെങ്കിലും താങ്ക് യു മക്കളെ. മോനെ, എനിക്കുള്ളത് ഇപ്പം 1000 കാതം അകലെയാണെങ്കിലും ഒരു സംഗതിയില്ലേ, 1000 കാതമകലയാണെങ്കിലും നീ താരാരി പിന്നെ അതുമില്ലേ എൻ്റെ മക്കളെ. ഈ താനീ അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നടാ പാടുമ്പോഴേ. ദാരി മനസ്സിൽ നിൽപ്പൂ. ആ മക്ക വരുമ്പോൾ അങ്ങ് നമ്മുടെ നെഞ്ചി തറയ്ക്കണം. അത് ചുമ്മാ അങ്ങ് പാടി വിട്ട് കളയരുത്. അതല്ല മോനെ, ലോ പാടുമ്പോൾ ലെവല് വളരെ കുറവായിരുന്നടാ. അത് എന്തുകൊണ്ടാണ്? ശക്തി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്? അല്ല, ബേസ് ഇല്ലല്ലേ? അത് കുഴപ്പമില്ല മോനെ. നീ ചിന്ന കുളന്ത. അപ്പോൾ എത്രയൊക്കെ ബേസ് മതി. എന്നാലും കുറച്ചുകൂടെ ലെവലാകാൻ പറ്റും മോനെ. കുറച്ച് മൈക്ക് അടുത്ത് പിടിച്ച് പാടാം ആ സമയത്ത്, കേട്ടോ. അതേ ഉള്ളൂ. നമുക്കില്ല റേഞ്ച് കേൾക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ മൈക്ക് കൂടുതൽ ആ മൈക്കിൻ്റെ ഒരു സഹായം നമ്മൾ തേടുക, കേട്ടോ. പിന്നെ ഈ മക്ക പാടിയില്ലേ, അതിൽ ആ ഗാന്ധാരം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, കേട്ടോ. ചെറുതായിപ്പോയി ആദ്യം പാടി. ഇപ്പം എന്തു പറ്റി? മായാദേ മക്ക നാവരുത്, അതാ പറഞ്ഞത്, കേട്ടോ. പിന്നെ മക്കളെ, ഈ അനുപല്ലവയൊക്കെ എല്ലാം ഒരു കണക്ഷൻ അല്ലേ? അങ്ങനാണോ? തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ. ഞാൻ പറഞ്ഞ അനുപല്ലവയെ കുറിച്ചാ. അപ്പം അങ്ങനെ എനിക്ക് അതങ്ങനെ കേട്ടതായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ടത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതപ്പോൾ അതങ്ങനെ ഒരു വല്ലാത്തൊരു PVC ലെവലിൽ ഉണ്ടാവും അത് കേൾക്കുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് താഴെ ഉള്ളത് കരളിലെ കറകൾ, അതൊന്ന് പാടാമോ? കരളിലെ കറകൾ കഴുകിടുന്നു. കുറച്ചും കൂടെ വൃത്തിയായിട്ട് കഴുകാം. സർഫൊക്കെ ഇട്ടോ, കേട്ടോ. പിന്നെ മോനെ, പിന്നെ 1000 കാതം അവിടെ ഉള്ള ആ സംഗതി അത്രയ്ക്ക് ഒരു സുഖപ്പെട്ടില്ല. മൊത്തത്തിൽ ഒരു ഉഗ്രം പാട്ട്. മക്കൾ നന്നായിട്ട് തന്നെ പാടി, കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ബദ്രി, ഓ സർ, നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഭയങ്കര പ്യൂരിറ്റി ഉള്ള ഒരു പാട്ട്. ശരിക്കും നമ്മളെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട്. ഒരു ഉഗ്രം കമ്പോസിഷൻ, ഒന്നും പറയാനില്ല. ബദ്രി നന്നായിട്ട് തന്നെ പാടി. ഞാനും ആകെ ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. എനിക്കത് 1000 കാതം അകലെയാണെങ്കിലും ആ പ്ലാനും ഫസ്റ്റ് ആ പ്ലാൻ ഡ്രോപ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് വ്യക്തമായില്ല എന്താണ് പാടിയെന്നുള്ളത്. അതൊന്ന് പാടിയിടാവുന്ന ശരിക്കും പ്രോപ്പറായിട്ട്. ഫസ്റ്റ് അല്ല, ആദ്യത്തേത്. ആദ്യം 1000 കാതമകലയാണെങ്കിലും മായാദേ മക്ക മനസ്സിൽ നിൽപ്പൂ. അത്ര റഷ് വേണ്ടെന്ന് തോന്നുന്നു മക്കയുടെ ആ പ്ലാൻ. എനിക്കൊന്നും അത്ര റഷ് വേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് അങ്ങനെ ഒഴുകി വരണം. ഇതിലുള്ള എല്ലാം അങ്ങനെയാണല്ലോ. കുറച്ചൊരു റഷ് പ്ലാൻസിൽ ഫീൽ ചെയ്തോ എന്നുള്ളത് മാത്രം. അതർവൈസ് ഇറ്റ് വാസ് റിയലി നൈസ്, കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. എന്താ പറയാ, ഒരു ഗംഭീര സോങ് അർജുന മാസ്റ്ററിന്റെ. അതും ദാസാർ കൂടി പാടുമ്പോൾ ഉള്ള ഒരു ഡിവൈനിറ്റി, ആ ഒരു ഡിവിനിറ്റി മോനും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. നൈസ് പെർഫോമൻസ് ബദ്രി. എല്ലാം പറഞ്ഞിട്ടുണ്ട്, കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ്. വെറൈറ്റി ഇപ്പൊ തരാം. നമ്മൾ റെഡിയാ. മാർക്ക് വെറൈറ്റി ആണോ? അതെ, മാർക്ക് വെറൈറ്റിയാ. നീ കുറച്ച് കഷ്ടപ്പെടും. നീ
നീയാണ് ഇന്ന് കഷ്ടപ്പെടാൻ പോകുന്നത്. ഓക്കെ Okay, ready? ചോദിക്കാം ശരത് സർ. പാറു ആ നിന്റെ കാൽക്കുലേറ്റർ എടുത്തോളൂ. മക്കളെ ചക്കരെ 8.1. ഓക്കെ കൈ അടിച്ചു എല്ലാവരും. റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും അതെ. ഇങ്ങനത്തെ മാർക്കുകൾ Yes. വരുന്നത്. അതെ കാര്യം അല്ല പാറു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരേ വൈബുള്ള ആളുകളാണ്. കാണുമ്പോ കുറച്ച് സുന്ദരൻ ഞാനാണെങ്കിലും പക്ഷെ അത് അല്ല അത് നമ്മൾ അംഗീകരിക്കുന്നു. 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 അല്ല, നമ്മള് വേറെ വഴിയില്ല. ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിലും മാർക്കിങ്ങിലൊക്കെ ഒരേപോലെ വരത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്തെങ്കിലും വേണ്ടേ? ആരാണ് ഒരു വ്യത്യാസം ആഗ്രഹിക്കാത്തത്? അതെ അതെ. ഓക്കെ ഷാനിക. ബദ്രി ഓ സർ 8.4. താങ്ക് യു സർ. ഓക്കെ 8.3. താങ്ക് യു സർ. ചേഞ്ച് വേണം അത്ര ചേഞ്ച്. കൂട്ട് 24.8 ആ അല്ലേ? ഇത് പറ്റില്ല കേട്ടാ. നിങ്ങൾ 5 തന്നെ കൊടുക്കുക, അതാ നല്ലത്. ഇല്ലല്ല ഇനി ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ കൺഗ്രാറ്റ്സ്, സൂപ്പർ. ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓൾ ദ ബെസ്റ്റ്. Ni pa maga sa sa